പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കാട്ടാനകൾ നാട്ടിലെത്തി നാശം വിതയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കഥ കേൾക്കൂ. ആനത്താര. നടക്കുന്ന വഴിക്ക് ആരാണ് ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നിട്ടത്? മനുഷ്യന്റെ കാല് തട്ടി ഇപ്പം മുറിഞ്ഞേനെ, രാജപ്പൻ ദേഷ്യത്തോടെ പറഞ്ഞു. കുട്ടികളുടെ പണിയാണ്. കുഞ്ഞു, അപ്പു, ആരാണിതിവിടെ കൊണ്ട് നിരത്തിയത്? ഞങ്ങൾ സ്ഥിരമായിട്ട് കളിപ്പാട്ടം വെച്ച് കളിക്കാറുള്ള സ്ഥലമല്ലേ ഇത്, അവർ മറുപടി നൽകി. പുതിയ മുറി കൂട്ടിയെടുത്തപ്പോൾ ഇത് വഴിയാക്കിയതല്ലേ, അപ്പം പിന്നെ വീണ്ടും ഇവിടെ തന്നെ കളിക്കണോ? അച്ഛന് ദേഷ്യം വന്നു. മോനെ രാജ, നീ പൗരസമിതി ഉണ്ടാക്കി കാട്ടാനകളെ തുരത്താൻ നടക്കുന്നുണ്ടല്ലോ. അവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കാലങ്ങളായി ആനകൾ വഴി നടക്കുന്ന ആനത്താരയെല്ലാം നികത്തി നമ്മൾ വീട് വച്ചു, കടകളും വലിയ കെട്ടിടങ്ങളും പണിതു. ഇപ്പോൾ ആ സാധുമൃഗങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതായി. അതല്ലേ സംഭവിച്ചത്? മുത്തശ്ശൻ ചോദിച്ചു. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ആനത്താരയോ? ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ച് ടൗൺഷിപ്പാക്കിയിട്ട് എത്ര വർഷം കഴിഞ്ഞു. കാടിറങ്ങി വന്ന ആനകൾ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത് മോൻ അറിയില്ലേ? എത്ര കാലം കഴിഞ്ഞാലും തലമുറകൾ മാറിയാലും മൃഗങ്ങളുടെ സഞ്ചാരപഥങ്ങൾ അവർക്ക് കൃത്യമായി അറിയാം. ദേശാടന പക്ഷികൾ എത്രയോ അകലെ നിന്ന് പറന്നു വരുന്നു. അതുപോലെ തന്നെ ആനകൾ ഉൾപ്പെടുന്ന മൃഗങ്ങൾക്ക് കൃത്യമായ സഞ്ചാരപഥങ്ങളുണ്ട്. അത് എത്ര കൊട്ടിയടച്ചാലും അവർ തകർത്തു മുന്നേറും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മൃഗങ്ങൾ കാടിറങ്ങി വരുന്നതല്ല, മനുഷ്യർ കാട് കയറി ചെല്ലുന്നതാണ്. അച്ഛനോട് തർക്കിക്കാൻ ഞാനില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് രാജപ്പൻ എഴുന്നേറ്റ് പോയി. അപ്പോഴും ടെലിവിഷൻ വാർത്തകളിൽ കാടിറങ്ങി വന്ന് നാശനഷ്ടം വിതച്ച ആനയെ വെടിവെച്ചു കൊല്ലാൻ മുറവിളി കൂട്ടുന്ന ആളുകളെ കാണാമായിരുന്നു.